ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 21. നിശബ്ദതയ്ക്കുള്ള മുറി. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ അമേരിക്കയിൽ സമാധാനപരവും ശാന്തവുമായ ഒരു സ്ഥലമാണ് തിരയുന്നതെങ്കിൽ മിനിസോട്ടയിലെ മിനിയാപോളിസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മുറിയുണ്ട്. ഇത് എല്ലാ ശബ്ദത്തിൻ്റെയും 99.99% ആഗിരണം ചെയ്യുന്നു. ഓർഫീൽഡ് ലബോറട്ടറീസിൻ്റെ ലോകപ്രശസ്ത അനക്കോയിക് അഥവാ എക്കോ ഫ്രീ ചേംബറിനെ ഭൂമിയിലെ ഏറ്റവും ശാന്തമായ സ്ഥലമെന്ന് വിളിക്കുന്നു. ഈ ശബ്ദരഹിതമായ ഇടം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശബ്ദത്തിൻ്റെ അഭാവം മൂലം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇരിക്കേണ്ടതാണ്. മാത്രമല്ല, ആർക്കും 45 മിനിറ്റിൽ കൂടുതൽ ആ മുറിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അത്രമാത്രം നിശബ്ദത ആവശ്യമുള്ളൂ. എന്നിരുന്നാലും ശബ്ദമാനമായതും തിരക്കേറിയതുമായ ലോകത്ത് അല്പം നിശബ്ദതയ്ക്കായി നാം ചിലപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു. നമ്മൾ കാണുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയും പോലെ നമ്മുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്ന ഒരു തരം ബഹളമയമായ ശബ്ദം കൊണ്ടുവരുന്നു. നിഷേധാത്മക വികാരങ്ങൾ ഉണർത്തുന്ന വാക്കുകളും ചിത്രങ്ങളുമാണ് അതിലധികവും. അതിൽ മുഴുകിയാൽ ദൈവശബ്ദത്തെ അത് അനായാസം അടിച്ചമർത്തും. ഏലിയ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തെ കാണാൻ പോയപ്പോൾ ഉച്ചത്തിലുള്ള വിനാശകരമായ കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ ദൈവത്തെ കണ്ടില്ല. ഒരു മൃദുസ്വരം ഏലിയാവ് കേട്ടതിനു ശേഷം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കാണാൻ ഏലിയാവ് തൻ്റെ മുഖം മൂടിക്കൊണ്ട് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. നിങ്ങളുടെ ആത്മാവ് ശാന്തമായിരിക്കാൻ കൊതിച്ചേക്കാം, എന്നാൽ അതിലുപരിയായി അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദതയ്ക്കുള്ള ഇടം കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ മൃദുസ്വരം നഷ്ടപ്പെടുകയില്ല. ചിന്തിക്കുക, ദൈവം തൻ്റെ മക്കളുമായി ആശയവിനിമയം നടത്തുന്ന ചില വഴികളേവ. ദൈവവുമായി പതിവായി ആശയവിനിമയം നടത്തുന്നത് മർമ്മപ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം.